ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയും ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 23-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ആ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, ഈ ശുഗമഹർഷിക്ക് തൻ്റെ അച്ഛനായ വേദവ്യാസനിൽ നിന്ന് ഭാഗവതം കേൾക്കാൻ കിട്ടിയ പ്രേരണ ഈ ശ്ലോകവും പിന്നെ വേറൊരു ശ്ലോകവുമാണ് എന്നാണ് പറയണത്. ചിലരിത് പൂതനാമോക്ഷത്തിലത്തെ ഒരു ശ്ലോകം വേറെയുണ്ട്. പൂതന ലോകബാലഗ്നി രാക്ഷസി രുതിരാശന, തന്നെ കൊല്ലാൻ വന്ന പൂതനയോടും കൂടി കാരുണ്യം കാണിച്ച് അമ്മയ്ക്ക് കൊടുക്കേണ്ട ഗതി കൊടുത്ത ആളാണ് ഭഗവാൻ. അപ്പോൾ ഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു തുളസി പൂവ് ആ പാദത്തിൽ സമർപ്പിച്ചാൽ ഭഗവാൻ എന്താ ചെയ്യാന്ന് അവിടെ ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതാണെന്ന് ചിലർ പറയും. പക്ഷെ അത് ഒരു ശ്ലോകമല്ല വരുന്നത്, 2-3 ശ്ലോകത്തിലായിട്ട് വ്യാപിച്ചിട്ടാണ്. ഇതൊരൊറ്റ ശ്ലോകമാണ്. അഹോ ബഗീയം ബഗീ രാക്ഷസി കാളകൂടം ചികാംസയ അപായത് അപ്യസാധി. ദുഷ്ടത്തരം കൊണ്ട് ഭഗവാന് ഒരിക്കലും ചെയ്യാൻ പാടാത്ത പാപം ചെയ്തവളാണ് പൂതന. പക്ഷേ കൃഷ്ണഭുക്തസ്തന ക്ഷീരോ, കൃഷ്ണൻ മുല കുടിച്ചതുകൊണ്ട് അമ്മയുടെ ഒരു ഗതി അവൾക്ക് കൊടുത്തളയാം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ആ ഒരു കാരുണ്യം ധാത്രിയുചിതാം ഗതിയും ലേപേ, അമ്മയ്ക്ക് ഉചിതമായിട്ടുള്ള സ്ഥാനം കൊടുത്തു ആ ഗതി വിട്ടുകയും ചെയ്തു. ഉദ്ധവൻ പറയണ കംവാദയാലും ശരണം വ്രജേമ. ആ കൃഷ്ണനില്ലാത്തപ്പോൾ ആ കൃഷ്ണന് പകരമായി ഇനി ആരെയാ നമ്മൾ ശരണം പ്രാപിക്കുക? ഈ ശ്ലോകമായിട്ടാണ് കൂടുതൽ ഔചിത്യം. ഒരു ശ്ലോകം കേട്ടു, ഇങ്ങോട്ട് വരുമ്പോഴാണ് ബിഭ്രത് വേണം ജഡരപടയോ ശിംഗവേത്രേ ച കക്ഷേ വാമേ പാണോ മസൃണകബളോ തത്ബലാന്യങ്കുലീഷു തിഷ്ടന്മത്തേതപരിതകൃതോകാസയൻ നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ വിശതി പൂജേ യജ്ഞബുക് ബാലകേളി. ഇതും അച്ഛനായ വ്യാസൻ പാരായണം ചെയ്യുന്നത് കേട്ടു. ഓടക്കുഴൽ പശുവിനെ മേയ്ക്കാനുള്ള വടി, ഓടക്കുഴലൊക്കെ അരയിൽ തിഴുകി ചിലതൊക്കെ കക്ഷത്ത് വെച്ച്, കോലൊക്കെ കക്ഷത്ത് വെച്ച്, ചോറ് ഉരുളയൊക്കെ ഇങ്ങനെ ഊണ് കഴിച്ചതിൻ്റെ ഇടയിൽ കുറേശ്ശെ കഴിച്ച് വർത്തമാനവും പറഞ്ഞ് ഒരു പ്രാകൃത രൂപം, പ്രാകൃതനായിട്ടുള്ളൊരു ബാലൻ ഊണയിക്കുമ്പോൾ അതിന് ചില നിയമങ്ങൾ അതുപോലും ഇവിടെ പാലിച്ചിക്കപ്പെട്ടിട്ടില്ല. നിയമങ്ങളൊക്കെ ഒരു പരിധി വരെ വേണ്ടു. അത് വിട്ടാൽ പിന്നെ ഭഗവാനെ നിയമം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിയമം അനുസരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല കാര്യം ആവശ്യമുണ്ടോ? അതിലൊക്കെ അപ്പുറത്താണ് അദ്ദേഹം ഭഗവാൻ. അപ്പോൾ ഒരു പുറത്ത് മോക്ഷം കൊടുത്ത ചിത്രമാണ് കാണിച്ചത്, മറ്റേ പുറത്തോ തനി പ്രാകൃത രീതിയിലുള്ള ഒരു ചിത്രവും. ഇങ്ങനെ ഈ ഭഗവാൻ ഇങ്ങനെ ചെയ്യണം? ഇത്ര വ്യത്യാസം രണ്ടറ്റാണ്. സാധിക്കുമോ ആർക്കെങ്കിലും? അപ്പോഴാണ് ആ ശുഗൻ ചോദിച്ചാൽ, അച്ഛാ അത് ഏതിലത്തെ ശ്ലോകം? ഭാഗവതമാണ് ഉണ്ണി, എന്നാക്കി ഭാഗവതം കേട്ടേ പറ്റൂ. ശുഗന് ശരിക്കൊരു ഗ്രന്ഥത്തിൻ്റെ ആവശ്യം. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒരു പരിധി വരെയുണ്ട്. എല്ലാ മാർഗങ്ങളും ലക്ഷ്യത്തിലെത്തണവരെ എത്രയേ വേണ്ടൂ. പിന്നെ മാർഗത്തിന് പ്രസക്തിയില്ല. നമ്മളൊക്കെ എന്താ പറയുക, ഹിന്ദുക്കൾ ചെയ്യണത് വലിയൊരു ദോഷം ഒക്കെ ഈ മാർഗത്തിൽ കിടന്നിട്ട് തിരിയുക അധികം ആൾക്കാരും. അതുപോട്ടെ, വേറൊരു വിഷയമാണ്. അപ്പോൾ ശുഗൻ ഈ മാർഗം ആവശ്യമില്ല, ഗ്രന്ഥവും ആവശ്യമില്ല. ഒരു ദിക്കിലും വേണ്ട നിർഗ്രന്ഥനാണ്. ഗ്രന്ഥത്തിൻ്റെ വാക്കുകൾ കൂടെ ഇങ്ങനെ കടന്ന് തിരിഞ്ഞതുകൊണ്ട് ബ്രഹ്മാനുഭൂതി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇത് അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്.
അത്രയേ ഉള്ളൂ. ഒരു ഘട്ടം കഴിയുമ്പോൾ എന്താ പറയണ ഭാഗവതാചാര്യന്മാർ, ഭാഗവതം വായിക്കലടക്കം നിങ്ങൾ ഗ്രന്ഥിയായിട്ട് സ്വീകരിക്കേണ്ട എന്നാണ്. കാരണം ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഭാഗവതം വായിക്കാൻ വയ്യാണ്ട വരും, കുറച്ച് കാലമെങ്കിലും അങ്ങനെ ജീവിക്കേണ്ടി വരില്ല എന്ന് പറയാൻ പറ്റുമോ? കണ്ണ് കാണാണ്ട് ഇരുന്ന് വായിക്കാൻ പറ്റാണ്ടിരിക്കലും അവിടെ നിങ്ങൾ പതറൊന്നും വേണ്ട. ഭാഗവതത്തിലത്തെ തത്വം മനസ്സിലാക്കി ജീവിക്കൂ. എനിക്ക് വയ്യാണ്ടായി, വായിക്കണ്ട, വല്ലവരും വായിക്കണത് കേട്ടൂടെ, അതിൻ്റെ തത്വം ഉൾക്കൊണ്ടൂടെ, അങ്ങനെ വിചാരിക്കണം എന്നാണ്. അത് പോട്ടെ, എന്താ പറഞ്ഞത് ചോദിച്ചാൽ, ഈ ഗ്രന്ഥം പോലും ആവശ്യമില്ലാത്ത സുഖമഹർഷിക്ക് എന്തായി 7 ദിവസം നിൽക്കണം ഭാഗവതം കേൾക്കണമെങ്കിൽ? എളുപ്പമാണോ? ഇന്നാരും നിൽക്കണില്ല, ഉച്ച കഴിഞ്ഞാൽ ഊണ് കഴിഞ്ഞാൽ പോണവരെല്ലാവരും. ഈ 7 ദിവസം നിന്നിട്ട് ഇത് കേട്ട് പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ എത്രമാത്രം പാടുണ്ട്. അപ്പോൾ അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നിർഗ്രന്ഥന്മാർക്കും കൂടി വിരക്തി ഉണ്ടാവില്ല. ഇതിൽ ഭാഗവതത്തിൽ വിരക്തി ഉണ്ടാവില്ല, എന്തൊന്നും വേണ്ടാന്നേ എന്ന് തോന്നില്ല എന്നർത്ഥം. അതിലത്തെ ആ ശ്ലോകങ്ങൾ അങ്ങനത്തെ ആകർഷകത്വം നമുക്ക് തരുന്നതാണ്. അപ്പോൾ അതാണ് ഈ ശ്ലോകം സുഖമഹർഷി അതിലേക്ക് എത്തിച്ചു. പറയണം, മന്യേ സുരാൻ ഭാഗവതാന്ത്ര്യദീശേ സംരംഭമാർഗാഭിനിവിട്ട ചിത്താൻ ഏ സംയുഗേ ചക്ഷതാക്ഷ്യപുത്രമംസേ സുനാഭായുധം ആപതന്തം. ത്ര്യദീശേ, ത്രിലോകാധിപനായ ഭഗവാനാൽ, സംരംഭമാർഗാഭിനിവിട്ട ചിത്താൻ, ദേഷ്യത്താൽ ഉറപ്പിക്കപ്പെട്ട ചിത്തത്തോടു കൂടിയ, ഭഗവാനോട് ദേഷ്യമുള്ളവരുണ്ടായിരുന്നു ചിലരൊക്കെ. കംസൻ, ജരാസന്ധൻ, രാവണൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എക്സെട്ര എന്ന് പറയാം. അസുരന്മാരെ ഭാഗവതാൻ ഭഗവത് ഭക്തന്മാരായിട്ട് മന്യേ ഞാൻ വിചാരിക്കുന്നു. ഉദ്ധവൻ കണ്ടോ, ആ അസുരന്മാരെ പോലും ഭാഗ്യവാന്മാരായിട്ട് ഞാൻ വിചാരിക്കണു എന്നാണ് പറഞ്ഞത്. അവർ അസുരന്മാരാണോ ദുഷ്ടന്മാരാണോ എന്ന് ഉദ്ധവന് തോന്നിയില്ല. അത് ഉദ്ധവൻ്റെ മനസ്സിൻ്റെ നന്മ. കാരണം ദേഷ്യപ്രകാരവും ഭഗവാനിൽ ഉറപ്പിക്കപ്പെട്ടവരാണവർ. നിരീശ്വരവാദികൾക്ക് ഏറ്റവും കൂടുതൽ ഈശ്വരനെ ഓർക്കേണ്ടി വരും എന്നാണ്. അതെങ്ങനെയാ? ഈശ്വരനില്ല, 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 ഈശ്വരനില്ല. ഒരു ഈശ്വരൻ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ പറയലില്ല. നമ്മളാ സമയത്ത് ഭജിക്കും, അല്ലാത്തപ്പോൾ ഓർക്കുന്നതിനാണ് ഇത്ര കൂടുതൽ ശക്തമായിട്ട് ഈശ്വരനെ ഓർക്കുക നിരീശ്വരവാദികൾ അത്രേ. കാരണം അവർക്കിത് സ്ഥാപിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഒക്കെ ഈശ്വരൻ 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 പറയേണ്ടി വരും. അപ്പോൾ ഏതൊന്നിനെ ഓർക്കണ്ടെന്ന് വെച്ചു അതത്രയും നമ്മളെ ഏറ്റവും കൂടുതൽ ഓർക്കുക. ഒരു വൈദ്യൻ തന്നെ പറഞ്ഞു, വാനരനെ ഓർക്കാതെ ഈ മരുന്ന് കഴിക്കണം കേട്ടോ, കഴിക്കുമ്പോൾ വാനരനെ ഓർക്കരുത്. നേരം വിളിച്ചായ മരുന്ന് അളന്നെടുത്താൽ എന്താ ഈ വിദ്യാൻ ആദ്യം ചിന്തിക്കുക, എന്താ ഇപ്പോൾ വൈദ്യർ പറഞ്ഞത്? ഏതിനെ ഓർക്കരുത്, അപ്പം വാനരനെ ഓർത്തുകൊണ്ടോ. ഇതുപോലെ ഒന്നാണ് അവരും. ഈശ്വരൻ 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 നമ്മളെ പോലെയല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗവതന്മാരായിട്ട് ഞാൻ വിചാരിക്കണു. ഉദ്ധവൻ്റെ ആ മനസ്സിലാക്കലിൻ്റെ കഴിവാണ്. ഏ സംയുഗേ താക്ഷ്യപുത്രം ഹംസേ, ഗരുഡൻ്റെ തോളിലിരുന്ന നേരിട്ട് പാഞ്ഞു വരുന്ന ചക്രായുധനെയും വീക്ഷിച്ചു. കണ്ടോ, ആ അസുരന്മാർക്ക് കിട്ടിയ ഭാഗ്യം എന്താ? ഭഗവാന്റെ ശത്രുക്കൾക്ക് കിട്ടിയ ഭാഗ്യം മിത്രങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണം. മിത്രങ്ങൾ ഭഗവാന്റെ പിന്നിൽ നിന്നിട്ടാണ് യുദ്ധം ചെയ്യുക, ഭഗവാനല്ലേ മുമ്പിൽ അവരെ കാക്കാണ്ടാവുക. പക്ഷേ ആ ദുഷ്ടന്മാർക്ക് ഭഗവാന്റെ മുഖം കണ്ട് മരിക്കാനുള്ള, മുഖമല്ലേ എപ്പോഴും, ഫ്രണ്ടല്ലേ എപ്പോഴും പ്രായക്കിനേക്കാളും ശ്രേഷ്ഠം. സുനാഭായുധ ചക്രനെ, ആ ഭഗവാനെ കണ്ട് മരിച്ചിട്ട് അവർക്ക് മുക്തി കിട്ടിയില്ലേ, പിന്നെന്താ ഭാഗ്യത്തിന് കുറവ്? സംയുഗേ, യുദ്ധത്തിൽ, സംയുഗം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. സംയുഗേ അചക്ഷത കണ്ടു. എന്ത് കണ്ടു? താക്ഷ്യപുത്രൻ ഗരുഡൻ. ആ ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ള ഭഗവാനെ കണ്ടിട്ടല്ലേ അവർ മരിച്ചത്. ആ അസുരന്മാർ ഭാഗവതന്മാരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മന്യേ അസുരാൻ ഭാഗവതാൻ ത്രദീശേ സംരംഭമാർഗ. ത്രദീശേ ഭഗവാനിൽ യുദ്ധത്തിൽ
അഭിനിവിഷ്ട ചിത്തവാൻ. ഭഗവാൻ 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 എന്ന് ശത്രുമാർഗത്തിൽ ചിന്തിച്ച് അവർ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. സംയുഗേ യുദ്ധത്തിൽ അചക്ഷത കണ്ടു താക്ഷ്യപുത്രം അംസേസുനാഭായുധമാപതന്തം. താക്ഷ്യപുത്രൻ ഗരുഡനെയും കണ്ടു എന്നാണ്. ഗരുഡനെ കണ്ടാൽ തന്നെ പുണ്യാത്രേ. ഗരുഡനെയും ഗരുഡനെ വാഹനാക്കിയിട്ടുള്ള ആളെയും കണ്ടു. ഈ ഗരുഡനെ കണ്ടാൽ കുങ്കുമാങ്കിത ഗാത്രായ കുന്ദേന്ദു ധവളായ ച വിഷ്ണുവാഹ നമസ്തുഭ്യം ക്ഷേമം കുരു സദാ മമ എന്ന് പറഞ്ഞ് നമ്മൾ നമിക്കണം എന്നാണ് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ. ദേശീയ പക്ഷിയായിട്ട് ഗരുഡനെയാണ് അംഗീകരിക്കേണ്ടത്. അല്ല പൂണ്ടച്ച മോഡിയോട് അപേക്ഷിക്കണതിന് മടിക്കാനില്ല. മയിലൊക്കെ ഒരു സാധാരണ പക്ഷി എന്നല്ലാണ്ട് അതിൻ്റെ ശബ്ദത്തിന് ആകർഷകതയില്ല. ഒരുപാട് ബുദ്ധിമുട്ട് മനുഷ്യനുണ്ടാക്കി തീർക്കുന്നുണ്ട്. കൃഷിയിലോരോട് ചോദിച്ചാൽ അറിയാം. പക്ഷേ ഈ ഗരുഡനെ കൊണ്ട് നമുക്ക് വലിയ ഉപദ്രവമൊന്നുമില്ല. ഗുണമേ ഉള്ളൂ അല്ലേ? പാമ്പുകളെ ആക്കറ്റ് പാമ്പിന് ഭയങ്കര പേടിയാണ് ഗരുഡൻ എവിടെയെങ്കിലും ഉണ്ടെച്ചാൽ പാമ്പ് ആ സമീപത്തുണ്ടാവില്ല. അത് നമുക്ക് നല്ലതല്ലേ? അപ്പോൾ ഗരുഡൻ നമുക്ക് ഉപകാരമേ ചെയ്യണുള്ളൂ. ഒരു ഉപദ്രവവും ചെയ്യാതെ ഏതിയോ പറന്ന് അതിൻ്റെ എരിയും തേടി അങ്ങനെ നടക്കണു. അപ്പം അതല്ലേ ദേശീയ പക്ഷിയാവേണ്ടത്, വിഷ്ണുവിൻ്റെ വാഹനം. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. ആ ഗരുഡനെ കാണാൻ ഭാഗ്യം ചെയ്യണമെന്ന് പറയണം. മയിലിനെ കാണാൻ ഭാഗ്യമൊന്നും ചെയ്യണ്ട. ഗരുഡനെയും ഗരുഡവാഹനന്മാരെയും ആയ ഭഗവാനെയും കണ്ടിട്ടല്ലേ അവർ മരിച്ചത്. ഇനി അനുഷ്ഠുപ്പ് ശ്ലോകത്തിലേക്ക് മാറുകയാണ്. വസുദേവസ്യ ദേവക്യാം ജാതോ ഭോജേന്ദ്രബന്ധനെ ചികിട്ട് ഭഗവാനസ്യ ശമജേനാഭിയാചിത. അജേന ബ്രഹ്മാവിനാൽ. ഈ അജൻ എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥം കേട്ടോ. അർത്ഥം ആട് എന്നൊരർത്ഥമുണ്ട്, ബ്രഹ്മാവ് എന്നൊരർത്ഥമുണ്ട്, ഈശ്വരൻ എന്നൊരർത്ഥമുണ്ട്. ഏതൊരു ഈശ്വരനെയും പൊതുവെ അജൻ എന്ന് പറയാം. കാരണം എന്താ? ജനിക്കാത്തവൻ എന്നൊരർത്ഥമാണ് അജൻ. അപ്പം അജൻ എന്ന് പറഞ്ഞ വാക്കിന് സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അർത്ഥം. ഇന്ദ്രൻ ഒരർത്ഥമുണ്ട്. സന്ദർഭത്തിൽ നോക്കുമ്പോൾ ഇന്ദ്രനും പറയും. എന്തായാലും ഇവിടെ അർത്ഥം ബ്രഹ്മാവ്. ബ്രഹ്മാവിനാൽ അഭിയാചിത പ്രാർത്ഥിതനായിട്ട് അസ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭൂമിക്ക്. അത് ഇത് അസ്യ എന്നൊക്കെ ഈ ഭാഗവത്തിൽ പറഞ്ഞതൊക്കെ ലോകമാണ്. ഇത് എന്ന് പറഞ്ഞാൽ ലോകമാണ്. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകത്തിൽ എന്നാണ്. അതിനുള്ള പ്രോനോണൊക്കെ ലോകത്തെ കാണിക്കുന്നതാണ്. ശം മോക്ഷത്തെ, ക്ഷേമത്തെ, മോക്ഷക്ഷേമം. അതുകൊണ്ട് ശങ്കരൻ ക്ഷേമം നൽകുന്നവൻ, ശിവൻ ക്ഷേമം നൽകുന്നവൻ ശങ്കരൻ എന്ന് പറയാനുള്ള കാരണം ഇവിടെ കൃഷ്ണന് ശങ്കരനാണ്. അതാണ് ഈ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ശങ്കര എന്ന് കൃഷ്ണനെ വിളിച്ചതുകൊണ്ട് തെറ്റില്ല. നാരായണ എന്ന് ശിവനെ വിളിച്ചതുകൊണ്ടും തെറ്റില്ല. നാരായണൻ ശംഖും ചക്രവും കയ്യിൽ പിടിച്ച ആളെന്ന് എവിടെയും വ്യാഖ്യാനമില്ല കേട്ടോ. നാരായണൻ എന്ന് പറഞ്ഞാൽ എന്താ വ്യാഖ്യാനം? ശരീരത്തിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്നവൻ ഈശ്വരൻ. അതാരാ? ശിവൻ. ശിവന് നാരായണൻ എന്ന് പറഞ്ഞൂടെ? വിഷ്ണുവിന് ശങ്കരൻ എന്ന് പറഞ്ഞൂടെ? ശംഭു എന്ന് പറഞ്ഞൂടെ? സർവ ശിവ താണൂർ. ഇതൊക്കെ ശിവസഹസ്രനാമത്തിലുള്ളത് അങ്ങനെ എടുത്തു വെച്ചിരിക്കുക. വിഷ്ണു സ്ഥാണൂർ, ശിവസ്ഥാണൂർ എന്നാണ് ശിവസഹസ്രനാമം തുടങ്ങണത് തന്നെ. സർവ ശിവത്താണൂർ. സർവനാര ശിവനാണെന്ന് നമ്മൾ പറയുമ്പോൾ അപ്പം അതൊക്കെ വിഷ്ണു സഹസ്രനാമത്തിൽ വെച്ചിരിക്കുന്നു. ഈ ഭേദബുദ്ധി എന്നതേ ആത്മീയത്തിലില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല. എങ്ങനെ നോക്കുകയാണെങ്കിലും ഭേദബുദ്ധി ഇല്ലായ്മയാണ്. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പം അവിടെ പറയുകയാണ് ശം ചികീഷു, സമാധാനത്തെ ചെയ്യുവാൻ ആഗ്രഹമുള്ളവനായിട്ട് വസുദേവൻ്റെ ഭാര്യയായ ദേവകിയിൽ ഭോജേന്ദ്രബന്ധനെ, കംസൻ്റെ ബന്ധനത്തിൽ ജാതനായി. ആലോചിച്ച് നോക്കണം. സർവേശ്വരനായിരിക്കുന്ന ഭഗവാനാണ് ജയിലിൽ ജനിച്ചത്. കാരാഗ്രഹത്തിൽ ജനനം നമ്മൾ അപൂർവേ കേട്ടിട്ടുള്ളൂ അല്ലേ? ആസ്പത്രിയിൽ പ്രസവം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കാരാഗ്രഹത്തിൽ പ്രസവം ജനനം കേട്ടിട്ടുണ്ടോ? എന്തിനാ ഈ മാതിരി ബന്ധനല്ലേ സത്യത്തിൽ സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള ഭഗവാൻ ഗർഭത്തിൽ ജനിക്കണതേ ബന്ധനം. അതിലും വിശേഷിച്ച് ജനിച്ച് വീണത് ജയിലിലേക്കാണ്. ഇതിലധികം ഒരു പരാധീനോ ബുദ്ധിമുട്ടോ വേറെ ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്തത്? ബ്രഹ്മാവിൻ്റെ അപേക്ഷ കൈക്കൊള്ളാനും പിന്നെയോ ഭൂമിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുമാണ് ചെയ്തത്.
ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം. ഭോജേന്ദ്രബന്ധനെ കംസൻ്റെ ബന്ധനത്തിൽ ജനിച്ചു. ഇനി ഒന്ന് ഓട്ടപ്രദക്ഷിണത്തോടു കൂടി കൃഷ്ണലീലകൾ സ്മരിക്കുകയാണ് ഉദ്ധവൻ. വസുദേവസ്യ ദേവക്യാം, വസുദേവന് ദേവകിയിൽ ജാതോ ഭോജേന്ദ്രബന്ധനെ, ഭോജേന്ദ്രൻ കംസൻ, കംസകാരാഗ്രഹത്തിൽ ശികേഷ്ടുർ ഭഗവാൻ അസ്യ ശമജേന അഭിയാചിത. ശം അടുത്ത് നോക്കണം കേട്ടോ. ശം അജേന അഭിയാചിത, ശമജേനാഭിയാചിത. ശം പ്ലസ് അജൻ ബ്രഹ്മാവ്, യാചിത ബ്രഹ്മാവിനാൽ യാചിക്കപ്പെട്ടിട്ട്. ശം അജേന അഭിയാചിത 3 വാക്കാണ് അവിടെ. ശം പ്ലസ് അജേന പ്ലസ് അഭിയാചിത. റിപ്പീറ്റ് ചെയ്യണം എന്താ വെച്ചാൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ശം അജേന അഭിയാചിത, ശം അജേന അഭിയാചിത. ശം എന്ന് പറഞ്ഞാൽ സമാധാനം, അജേന ബ്രഹ്മാവിനാൽ യാചിക്കപ്പെട്ടിട്ട്. തതോ കഥ ചുരുക്കി പറയട്ടെ, വളരെ ചുരുക്കിയിട്ട്. തതോ നന്ദ പ്രജമിത പിത്ര കംസാത് ബിബിഭ്യത ഏകാദശ സമാസ്തത്ര ഗൂഢാർച്ചിഷബലോവസൽ. കംസനിൽ നിന്ന് വിബിഭ്യതാം പേടിച്ചിട്ട്, വി ചേർത്താൽ വിശേഷേണ വളരെയധികം പേടിക്കണൊക്കെ വി ചേർക്കുക. ബിഭ്യത എന്ന് പറഞ്ഞാലും പേടിച്ചതെന്നായി. വി ചേർക്കുമ്പോൾ ഒന്നും കൂടി അവിടെ ഒരു വിശേഷണം ചേർത്തു. ഇത്രയേ ഉള്ളൂ. വിദിത എന്ന് പറഞ്ഞാൽ അറിയാം, സുവിദിത നല്ലപോലെ അറിയപ്പെട്ടിട്ട് എന്ന് പറഞ്ഞ പോലെ. പിത്ര പിതാവിനാൽ, പിതാ എന്നുള്ളതിൻ്റെ വേറെ ഫോമാണ് പിത്ര പിതാവിനാൽ. നന്ദപ്രജം നന്ദപ്രജത്തെ, ഇതാ പ്രാപിക്കപ്പെട്ടവനായിട്ട്. അത്ര അവിടെ 11 സംവത്സരം, അതിനാണ് ഏകാദശ സമ. ഭഗവാൻ ഗോകുലത്തിൽ വസിച്ചത് 11 വർഷം മാത്രമേ. മധുരയിൽ നിന്ന് വസുദേവരെടുത്ത് കൊണ്ടുവന്നതാണ് പ്രസവിച്ച ഉടനെ. അതിനുശേഷം 11 കൊല്ലം ആണ് ഒട്ടൂരിൻ്റെ കവിതയിൽ വാത്സല്യപൂർവം 11 കൊല്ലം. കയ്യോ വളരണ കാലോ വളരണ നോക്കി വളർത്തിയ ഉണ്ണികളാണ്. മധുരയിലേക്ക് പോയിട്ടുണ്ടോ, പിന്നെ അവർ തിരിഞ്ഞ് നോക്കിയിട്ട് ഉദ്ധവാ എന്ന് ഉദ്ധവൻ ദൂത് പറയാൻ പോകുമ്പോൾ ചോക്കിയുണ്ട് അവർ. വാത്സല്യപൂർവം 11 വർഷം നോക്കിയിട്ടുള്ള ഉണ്ണികളെ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ ഉദ്ധവാ. അപ്പം അവിടെ ഗോപികൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് അത്രേ ഉദ്ധവൻ ഭഗവാന്റെ ഈ ലീലകൾ കേൾക്കണത്. കൃഷ്ണൻ്റെ ലീലകൾ നടക്കുമ്പോൾ ശരിക്കും ഉദ്ധവൻ അവിടെ ഇല്ല. എങ്ങനെ ഇതൊക്കെ മനസ്സിലായി? ഗോപികൾ പറയുന്നുണ്ട്, ഉദ്ധവൻ കാണാൻ പോയപ്പോൾ പറയണതാണെന്നാണ്. ഭഗവാന്റെ സന്ദേശവുമായി ഒരു പോക്കുണ്ട് ഉദ്ധവൻ്റെ. ഭാഗവതത്തിലെ പ്രധാന വിഷയമാണ് ഉദ്ധവ ദൗത്യം. ദശമസ്കന്ധം ഇല്ലേ, ഷഡ്ശത്ത് 65 66 ആയിട്ടുള്ള അധ്യായങ്ങളിലാണ് വരിക. കംസവധം കഴിഞ്ഞിട്ടേ ഗൂഢാർച്ചി മറയ്ക്കപ്പെട്ട തേജസ്സോട് കൂടിയിട്ട് വസിച്ചു. തതോ നന്ദ പ്രജമിത പിത്ര കംസ വിവിധ്യത. മധുരയിൽ ജനിച്ച് കംസനെ ഭയന്ന് ഏകാദശസമാസ്തത്ര 11ഓളം വർഷം മറഞ്ഞ തേജസ്സോട് കൂടിയിട്ട്. എന്താ മറഞ്ഞ തേജസ്? അവിടെ കുട്ടിയായിട്ടാണ് കളിച്ചത്. മുഴുവൻ തേജസ് പുറത്തേക്ക് കാണിച്ചിട്ടില്ല. കാണിച്ച പിന്നെ കുട്ടിയായിട്ടുള്ള ഒരു ഭാവം നിലനിർത്താൻ പറ്റുമോ? അവിടെയാണ് ഗൂഢാർച്ചി സബലോവസ. ബലനോടുകൂടി ബലരാമനോട് കൂടിയിട്ട് വസിച്ചു. മനോഹരമായിട്ടുള്ള ലീലകൾ നടത്തുമ്പോൾ കുട്ടിത്താണ് വേണ്ടത്, ഈശ്വരത്വമല്ല. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ തേജസ്സിനെയും ബലത്തെയും എല്ലാം മറച്ച് എന്നവിടെ പറയാൻ കാരണം സാധാരണ ഉണ്ണികൾ ആയിട്ടാണ് അവിടെ കളിച്ചത്. അവിടെ അങ്ങനെ കളിക്കുകയാണ് വേണ്ടത്. പിന്നെയോ ഒക്കെ അങ്ങോട്ട് കഥകൾ സ്മരിക്കുക കേട്ടോ. പുരീതോ പരീതോ വത്സബേർ വത്സാൻ ചാരയൻ വ്യഹരത് വിഭു യമുനോ പവനേ കൂജ് ദ്വിജ സങ്കുലിതാംഗ്രിപേ. പശുക്കുട്ടികളാൽ ചുറ്റപ്പെട്ടവനായിട്ട്. ഭഗവാന് വളരെ ഇഷ്ടമാണ് പശുക്കളെ എന്നാണ്. പശുക്കുട്ടികളെ വത്സബൈ പശുക്കുട്ടികളെ മേയ്ക്കുന്നവരാൽ, ഗോപന്മാരാൽ
പശുക്കുട്ടികളെ മേയ്ക്കുന്നവരാണ് ഗോപന്മാർ. അവരാൽ പരീത ചുറ്റപ്പെട്ടവരായിട്ട് കണ്ണൻ്റെ ചുറ്റും പശുക്കൾ അല്ലേ, ആ കഥ അത് പറയേണ്ട കീർത്തനത്തിലേ. പശുക്കൾ ധാരാളം. ഇവിടെ പശുക്കളല്ല കേട്ടോ, പശുക്കളെ മേയ്ക്കുന്നവരാൽ എന്നാണ്. പശുപൈ വത്സപൈ, അവരാ ചുറ്റപ്പെട്ടിട്ട് വത്സാൻ ചാരൻ താനും മേയ്ക്കുന്നുണ്ട്. ഭഗവാനൊപ്പം പണിയെടുത്തിട്ടാണ്. അവിടെ പാട്ടുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടും ഉണ്ടായിരിക്കുകയല്ല അല്ലേ. ഭഗവാനും വടി കയ്യിലൊക്കെ പിടിച്ചിട്ട് ആ പശുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിനെ അങ്ങോട്ട് നടത്തി, അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് നടത്തിക്കൊണ്ട് വിഭു ഭഗവാൻ കൂജത്തിജ സങ്കുലിതാഘ്രിപേ, ശബ്ദിക്കുന്ന പക്ഷികൾ നിറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളോടുകൂടിയ യമുനോപവനെ, യമുനാസമീപവനത്തിൽ വിഹരിച്ചു. ഇപ്പൊക്കെ ഈ പക്ഷികളുടെ ശബ്ദമൊക്കെ പറയിൽ തന്നെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കണം നമ്മൾ. കേൾക്കുന്നുണ്ടോ ആർക്കെങ്കിലും? നേരം വിളിച്ചായാൽ കാറിൻ്റെ ശബ്ദം, ബസ്സിൻ്റെ ശബ്ദം, കഠോര ശബ്ദം. ആ കോയമ്പത്തൂർ ഒരു ധന്വന്തരി ക്ഷേത്രമുണ്ട്. അവിടെ ഒരു രാമായണം വായിക്കാൻ പോക്കുണ്ടായി. എന്തൊരു സുഖമാണ് ശബ്ദം കേൾക്കാൻ. 2, 2:30, 3 മണിയായാൽ തുടങ്ങും പക്ഷികളെ കൂവ 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 കൂവ. ഇടയ്ക്കിട സദാ ഈ ശബ്ദം, ഓരോ പക്ഷികളുടെ ശബ്ദം അവിടെ കേട്ടുകൊണ്ടേയിരിക്കും. ഉച്ചയ്ക്കും ഉണ്ടാവും, രാവിലെ പറയാനുമില്ല. രാവിലെ ഗംഭീര ശബ്ദങ്ങളാണ്. ഈ പക്ഷികളുടെ സുഖമായിട്ടുള്ള ശബ്ദം ഇങ്ങനെ കേട്ടാൽ തോന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണ്ട. ഇത്രയും വലിയ കോയമ്പത്തൂർ ടൗണിൻ്റെ നടുവിൽ ഈ ധന്വന്തരി ക്ഷേത്രം ഇങ്ങനെ ഒരു സ്ഥലമാക്കി മാറ്റിയ ആളെ സമ്മതിക്കണം. മധ്യ ടൗണല്ലേ കോയമ്പത്തൂർ, അതിൻ്റെ നടുവിലാണ് ശരിക്കൊരാശ്രമം, അഗസ്ത്യാശ്രമം. നാനാ പക്ഷികൾ നാദം കൊണ്ടും അവിടെ കഴിയുമ്പോൾ എന്തൊരു സുഖമാണ്. ഇവിടെ അതിനെ അനുസ്മരിപ്പിക്കുകയാണ് നൃത്തം. യമുനോപവനെ വ്യഹരത്, യമുനാ തീരത്ത് പല പല പക്ഷികളുടെ ശബ്ദങ്ങളെ കൊണ്ട്. ദ്വിജം എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രാഹ്മണൻ എന്നൊരർത്ഥമുണ്ട്, പക്ഷി എന്നൊരർത്ഥമുണ്ട്. ഓരർത്ഥാണ് സന്ദർഭത്തിൽ. കൂജത് ദ്വിജസങ്കുലിത അംഗ്രീപേ, ധാരാളം വൃക്ഷങ്ങൾ, അതും ഇപ്പോൾ കുറഞ്ഞു അല്ലേ. ധാരാളം വൃക്ഷങ്ങളും ശബ്ദിക്കുന്ന പക്ഷികളോടും കൂടി പശുക്കളെ മേയ്ക്കുന്ന ഗോപന്മാരാൽ ചുറ്റപ്പെട്ട് ഭഗവാൻ അവിടെ സഞ്ചരിച്ചു, വിഹരിച്ചു. വിഹരത് നൃത്തം വൃന്ദാവനത്തിൽ ഭഗവാൻ കഴിഞ്ഞുകൂടി എന്നുള്ളതിനെ പറയുകയാണ്. ഇനി പറയണു, കൗമാരീം ദർശയൻ ചേഷ്ടാം പ്രേക്ഷണീയാം വ്രജോഹസാം രുദന്നിവകസൻ മുഗ്ധ ബാലസിംഹാവലോകന. മുഗ്ധ ബാലസിംഹാവലോകന എന്നുള്ളടത്തുനിന്ന് അർത്ഥം തുടങ്ങുക. ബാലസിംഹം എന്ന പോലെ നോക്കുക. അനുകരിച്ച ലീലകൾ എന്തെല്ലാം എന്നൊരു ശ്ലോകത്തിൽ ചുരുക്കി പറയുക. ഒരു ശ്ലോകം കൊണ്ടൊക്കെ ഉണ്ടോ പറയാൻ പറ്റണം? ഇവിടെ അപ്പം അത്രേ സ്കോപ്പുള്ളൂ, അതുകൊണ്ട് ഒരു ശ്ലോകത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഒരു സിംഹം കരയണ പോലെ ഗർജിക്കുക, ബാലസിംഹം എന്നാണ്. ഭഗവാൻ തന്നെ ഒരു ബാലസിംഹമല്ലേ. ആ ഗാംഭീര്യമൊക്കെ ഇങ്ങനെ നോക്കുക വെച്ചാൽ ബാലസിംഹാവലോകന. പക്ഷേ മുഖത്ത് നോക്കി ഇടയ്ക്ക് പല രീതിയിൽ പല ഭാവങ്ങളാണ് നമുക്ക് തോന്നുക. ഇടയ്ക്ക് ഗംഭീരനാണ് കേട്ടോ, ആ നിൽക്കണ ആളൊന്നും അല്ല. ചിലപ്പോൾ ഒരു ഗാംഭീര്യം അനുഭവപ്പെടുന്ന, ചിലപ്പോൾ തനി ഉണ്ണിയായിട്ട് അനുഭവപ്പെടും. ബാലകൃഷ്ണൻ അല്ലേ, ഉണ്ണി കൃഷ്ണൻ, അങ്ങനെ അനുഭവപ്പെടും. ഓരോ ഭാവമാണല്ലോ. ചിലപ്പോൾ ഗാംഭീര്യം ഉണ്ടാവുന്നതാണ്. ഒക്കെ നമുക്ക് ഭഗവാൻ ഓരോന്നിങ്ങനെ തോന്നിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഗംഭീരനായിട്ടാണല്ലോ. ചിലപ്പോൾ കംസവധത്തിനായിട്ടൊക്കെ പോകുമ്പോഴേ ഗാംഭീര്യം ഇല്ലാണ്ട് പറ്റുമോ? കംസനെ വകവരുത്തേണ്ട ആളാ. അതാണ് ശത്രുക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ പോലെ തോന്നിച്ചുകൊണ്ട് എന്നാണ് ഒരു ശ്ലോകത്തിൽ പറയണത്. അവിടെ ഒരു ശ്ലോകമുണ്ട്, എല്ലാവർക്കും ഓരോ തരത്തിൽ തോന്നിച്ചുകൊണ്ട്. മല്ലാന അശനി നൃണാന്നരവരോ ഇതുകൊണ്ടൊരു ശ്ലോകം. മല്ലന്മാർക്ക് ഇടിവാളായിട്ടാണ് തോന്നിയത്. ഇതാ നമ്മുടെ ഇടിവാൾ അവസാനമായി. ഇടിവാളെന്താ? കഴിയ കാര്യം തന്നെ. നരവരോ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം. ഇവിടെ ബാലസിംഹാവലോകന എങ്ങനെ പറഞ്ഞാലും ഭഗവാനെ സംബന്ധിച്ചത് ശരിയാവും. അതാണ് രുദന്നിവ ഹസന്നിവ. രുദൻ കരയുക, ഹസൻ ചിരിക്കുക. ചിരിക്കുന്നവനെ പോലെയും കരയുന്നവനെ പോലെയും വ്രജൗകസാം ഗോകുലവാസസ്ഥാനത്തോടു കൂടിയവർക്ക്
ഗോകുലവാസികൾക്ക് പ്രേക്ഷണീയാം കാണാൻ യോഗ്യതയുള്ള കൗമാരീം ചേഷ്ടാം കൗമാര വ്യാപാരത്തെ, ഇവിടെ രാസക്രീഡാദി വ്യാപാരങ്ങളെയൊക്കെയാണ് ചുരുക്കി ഓർമ്മിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. കൗമാരീം ദർശയൻ ചേഷ്ടാം, അതിനെയും കാണിച്ചു കൊടുത്തു, അവിടെ കഴിച്ചുകൂട്ടി. കൗമാരീൻ ദർശയൻ ചേഷ്ടാം പ്രേക്ഷണീയാം വ്രജൗകസാം, ഗോപവാസികൾക്കും ഗോപസ്ത്രീകൾക്കും കൗമാരശ്രേഷ്ഠകളെ കൊണ്ട് അവരെ ആനന്ദിപ്പിച്ച് ചിരിച്ചിട്ടും കരഞ്ഞിട്ടും ബാലസിംഹത്തിനെ പോലെ, ആ ഗാംഭീര്യമാണ്, ബാലസിംഹത്തിനെ പോലെ ഭഗവാൻ കഴിഞ്ഞു. സ ഏവ ഗോധനം ലക്ഷ്മ്യ നികേതം സിതഗോവൃഷം ചാരയൻ അനുഗാൻ ഗോപാൻ രണവേണുരരീരമ. സ ഏവ അവനാവട്ടെ, ആ കൃഷ്ണനാവട്ടെ, ലക്ഷ്മിയാ നികേതം ശ്രീദേവിയുടെ വാസസ്ഥാനവും, സിതഗോവൃഷം, സിതം എന്ന് പറഞ്ഞാൽ വെളുത്ത പശുക്കൾ, വെളുത്ത പശുക്കളും കാളകളും ഉള്ളതുമായ ഗോധനത്തെ, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? വെളുപ്പ് കറുപ്പ് തവിട്ട് കളറൊക്കെ ഉണ്ടാവില്ലേ പശുക്കൾ, അധികവും വെളുപ്പായിരുന്നു എന്നാണ്. അതായത് ഈ പശുക്കൾ അതിൻ്റെ നിറവും അതിൽ നിന്ന് കിട്ടണ പാലുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയണം. ഏറ്റവും നല്ല പാല് തവിട്ട് കളറിലുള്ള പശുക്കൾ, അത് കുറയും നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? തവിട്ട് കളറ് അതിന് ശരിക്കും കപിലവർണ്ണം എന്നാണ് പറയുക, വളരെ കുറവാവും. തവിട്ട് കളറുള്ള പശുക്കളെ നമ്മളധികം കാണില്ല. കറുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അത്ര ഒരു ഉത്തമല്ലല്ലോ, നിറം കൊണ്ട് തന്നെ കറുത്ത പശുക്കൾ രസമില്ല. അപ്പോൾ കൂടുതൽ അത്ര വെളുത്ത പശു ഉണ്ടാവുക എന്നാണ്. നല്ലതും ചീത്തയും കുറയും. ഏട്ടയെപ്പെട്ടതാണ് ഭൂരിപക്ഷം, അങ്ങനെയാണല്ലോ എല്ലാറ്റിലും. നല്ല ആൾക്കാരും കുറവാണ്, ദുഷ്ടന്മാരും അധികം എങ്ങനെയാണ് രണ്ടും കൂടിയവരാ എന്ന പോലെയാണ്. അതാണ് ഈ വെളുത്ത പശുക്കളെ ഒന്നങ്ങനെ പറഞ്ഞത്. ഭംഗിയുള്ളതും വെളുത്ത പശുവിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ വെളുത്ത പശുക്കൾ കാളകൾ ഉള്ള പശുക്കൂട്ടത്തെ ഗോധനം, ഒരു ധനാത്രേ പശുക്കളെ ചാരയൻ മേച്ചുകൊണ്ടും രണവേണു വേണുഗാനത്തെ ശബ്ദിപ്പിച്ചുകൊണ്ടും അനുഗാൻ ഗോപാൻ കൂടെ സഞ്ചരിക്കുന്ന ഗോപന്മാരെ രമിപ്പിച്ചു. ഗോപന്മാർക്ക് കൃഷ്ണൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിലും സുഖം ഈ ലോകത്തിൽ വേറെ ഒരു കാര്യത്തിനുമില്ല. തണസ ഏവ ഗോധനം ലക്ഷ്മിയ, ഏറ്റവും വലിയ ലക്ഷ്മിയാണ് പശുക്കൾ. പശുള്ള ദിക്കിൽ നല്ല സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്ന പറയണം. കാരണം രാവിലെ മാല ചാർത്തുക, കർപ്പൂരം കാണിക്കുക, അതൊക്കെ ഈ മാട്ടുപൊങ്കൽ ദിവസങ്ങളുണ്ടാവും. ഈ പശുക്കളെ ഒന്നങ്ങനെ ബഹുമാനിക്കുക, അവരെ ആരാധിക്കുക, മാല ചാർത്ത ഒരു ദിവസം അവർക്കും വേണ്ടേ. നമ്മളൊക്കെ പല ഡേ ആചരിക്കുന്നുണ്ട് പോലെ, എല്ലാത്തിനും ഡേ ഉണ്ട്. നാളിപ്പോൾ ഏത് അത്ഭുതമായിട്ട് പല ഡേയും കേട്ടു. പക്ഷേ പശുക്കൾക്കായിട്ടൊരു ദിവസം നമ്മൾ ആചരിക്കുന്നുണ്ടോ? നിശ്ചയില്ല. ഭഗവാൻ അത് ആചരിച്ചിരുന്നു എന്നാണ്. ആണ് ഗോവിന്ദാഭിഷേകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദിവസം. ഗോഡേ എന്ന് പറയാം. പശുക്കൾക്ക് വേണ്ടിയിട്ടൊരു കൗഡേ ഭഗവാൻ ആചരിച്ചിരുന്നു. നമ്മൾ പശുക്കൾക്ക് വേണ്ടിയൊരു ദിവസം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു ദിവസം, വുമൺസ് ഡേ, അന്താരാഷ്ട്രം വുമൺസ് ഡേ. ഇപ്പോൾ ഫാദേഴ്സ് ഡേ ചിലർ തുടങ്ങി, ഞങ്ങൾക്ക് അയക്കൂടെ. എന്തൊക്കെ ദിവസങ്ങളാണെന്നറിയോ? 365 ദിവസങ്ങളിൽ ദിവസാചരണം ഇല്ലാത്ത ഒന്നുമില്ല. പശുക്കൾക്ക് വേണ്ടി ഒരു ദിവസാചരണം ഉണ്ടോ? ഭഗവാൻ അതാണ് ഗോവിന്ദാഭിഷേകം ദിവസം കാണിച്ചു കൊടുത്തത്. ഒരു ദിവസം അവർക്കും ഇരിക്കട്ടെ. ഐശ്വര്യല്ലേ ഗോവർദ്ധനം, അതാണ് ആ ഗോകുലത്തിൻ്റെ ഐശ്വര്യമാണ് ഗോക്കള. സ ഏവ ഗോധനം ലക്ഷ്മിയ, പശുക്കളുള്ള ദിക്കിൽ സർവ്വലക്ഷ്മി ഉണ്ടാവും എന്നാണ്. പാല് മോര് ഒക്കെ വിറ്റിട്ടാണെങ്കിലും തൈരാണെങ്കിലും അവിടെ ധനം ഉണ്ടാവും, വേണ്ട വസ്തുക്കളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വേണം അവരുടെ ശബ്ദം അടക്കം ഓങ്കാരാണെന്നാണ് അവർ കരയുമ്പോഴേ. നികേതം സിതഗോവൃഷം ആണ് വെളുത്ത പശുക്കൾ എന്ന് പറഞ്ഞത്. ആ സിതം കറുപ്പ്, സിതം വെളുപ്പ്, വൃഷം കാള, പശുവുണ്ട് കാളയുണ്ട്. ചാരയന്നനുഗാൻ ഗോപാൻ രണവേണുരരീരമൽ, ഓടക്കുഴലും വിളിച്ച് ഇതിലെന്താ വേണ്ടത്? പശുക്കളുടെ ശബ്ദം, പക്ഷികളുടെ ശബ്ദം, ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ ശബ്ദം, ഇതിലും വീതം കർണാനന്ദകരമായിട്ടൊരവസ്ഥ
വേറെ ഉണ്ടോ ആലോചിച്ച് നോക്കൂ. പ്രയുക്താൻ ഭോജരാജേന മായിനക്കാമരൂപിണ ലീലയാ വിനുദത്താം സ്ഥാൻ ബാലക്രീഡനകാനിവ. ഭോജരാജേന കംസനാൽ, കംസനാൽ പ്രയുക്താൻ അയക്കപ്പെട്ട, കഥ തുടരുകയാണ് ചുരുക്കി പറഞ്ഞുകൊണ്ട്, കാമരൂപിണ ആരാ ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന, മായിന കപടത്തോടു കൂടിയവൻ, താൻ ബാലൻ ക്രീഡനകാൻ ഇവ കളിക്കോപ്പുകളെ എന്ന പോലെ നശിപ്പിച്ചു. കംസൻ്റെ പാരിതോഷികവും പ്രശംസയും പിടിച്ചു പറ്റാൻ വേണ്ടി എങ്ങനെയെങ്കിലും കൃഷ്ണനെ കൊല്ലണം. അതിനുവേണ്ടി ഇഷ്ടം പോലെ സ്വേച്ഛ പോലെ രൂപം ധരിക്കാൻ അസുരന്മാർക്ക് കഴിയുന്നതാണ്. അസുരന്മാർക്ക്, രാക്ഷസന്മാർക്ക് പിന്നെ ചില മന്ത്രങ്ങളും മായകളും ചില വിദ്യകളും ഉണ്ട്. നമ്മുടെ പഴയ കാലത്ത് ഈ ഒടിയന്മാർ അങ്ങനെയായിരുന്നു എന്നാണ്. ഇപ്പം പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പോൾ നമുക്ക് ഏത് വിധത്തിൽ തോന്നണോ അങ്ങനെ തോന്നാനുള്ള ദുർമന്ത്രം, നല്ല മന്ത്രമൊന്നും അല്ല കേട്ടോ, അത് അവരുടെ കയ്യിലുണ്ട് എന്നാണ്. ശരിക്കും അവർ ആ രൂപം ആവണില്ല എന്നാണ് നമ്മളെ തോന്നിക്കുക. ഇപ്പം കൈ ഇങ്ങനെ കോർത്ത് 2 കാല് മേപ്പട്ടാക്കിയാൽ ഒരു കടമ്പയാണ് എന്ന് നമ്മൾ തോന്നിക്കുന്നതാണ്. അങ്ങനെ കടന്നാൽ തന്നെ കടമ്പയായിട്ട് തോന്നും. മന്ത്രം ജയിച്ചാൽ കുറേയും കൂടി കടമ്പയായിട്ട് തോന്നും എന്നാണ്. കാളയായിട്ട് തോന്നും. അങ്ങനെ ഒടിയന്മാർ നിൽക്കലുണ്ട്. ആ കാളയ്ക്ക് ഏതെങ്കിലും ഒരു അവയവം കുറവാവുന്നതാണ്. അത് അറിയണവർക്കറിയാം ഇത് അസുരനാണ് അല്ലെങ്കിൽ ഒടിയനാണ്, യഥാർത്ഥ കാളയല്ല. ഒന്നെങ്കിലോ വാലുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കാല് കുറയുക, ഒരു ചെവിയോ കണ്ണോ ഇല്ലാണ്ട് ഒരു അവയവം കുറഞ്ഞിട്ടേ ഈ കപടരൂപം അവർക്ക് ധരിക്കാൻ പറ്റുള്ളൂ. എന്തോട്ടെ, അതൊക്കെ വേറെ വിഷയങ്ങൾ. ഇവിടെ പറയുകയാണ് ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കള്ള തന്നെയാണ്. അസുരന്മാർക്ക് അങ്ങനെ വന്നവരെ ഒറ്റ ആൾ പോലും ജീവനോടെ തിരിച്ചു പോക്കുണ്ടായിട്ടില്ല. അവരുടെ കഷ്ടകാലത്തിനാണ് അവർക്ക് ഇങ്ങനെ തോന്നണത്. ലീലയാ, ഭഗവാന് പ്രയാസമൊന്നുമില്ല, കേവലം കളിയായിട്ട് അവരെ കൊന്നു. ലീലയാ വിനുദത്താം സ്ഥാൻ ബാലക്രീഡനകാനിവ. കുട്ടികൾ വല്ല വണ്ടിനെ ജീവികളെയൊക്കെ കൊല്ലണ പോലെ, അടിച്ച് കൊല്ലണ പോലെ അവരെയെല്ലാം വധിക്കുകയും ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.